സുജോ സാർ നമസ്കാരം. തമിഴ്നാട്ടിൽ ബി.ജെ.പി ഒന്ന് കാല് ഇടറി എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തമിഴ്നാട്ടിൽ ഡി.എം.കെയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ കാലിടറാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അണ്ണാമലൈ പുറത്തായിരിക്കുന്നു. അണ്ണാമലൈ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ, അതായത് ബി.ജെ.പി ഇതുവരെ തമിഴ്നാട്ടിൽ കണ്ട ബി.ജെ.പി ഏറ്റവും കൂടുതൽ വളർത്തിയ, ബി.ജെ.പി ഏറ്റവും കൂടുതൽ കൈപിടിച്ചുയർത്തിയ, ഏറ്റവും നല്ല പ്രവർത്തകരിൽ പോലും ഏറ്റവും നല്ല പ്രവർത്തകനായിട്ടുള്ള ഒരു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിരുന്നു അണ്ണാമലൈ എന്ന് പറയുന്നത്. ആ അണ്ണാമല ഇപ്പൊ തമിഴ്നാട്ടിൽ പുറത്തു പോയിരിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രം അണ്ണാമലയെ ആ പദവിയിൽ നിന്ന് പിൻവലിച്ച് പുറത്തു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോ തമിഴ്നാട് ഇലക്ഷൻ അടുത്ത് വരികയാണ്. വിജയുടെ ടി.വി.കെ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു സൈഡിൽ കൂടെ വലിയ രീതിയിലുള്ള സമ്മേളനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഡി.എം.കെ വേറൊരു ഭാഗത്ത് ഞങ്ങൾ ശക്തരാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആരുടെയും പിന്തുണ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നെങ്കിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും അടക്കം പിന്തുണ അവർക്കുണ്ട്. പക്ഷെ അത് നമ്മൾ കൂട്ടത്തിൽ കൂട്ടണ്ട. ഇനി AIADMK ബി.ജെ.പിയുമായി ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. അപ്പൊ AIADMK ആണ് ഈ പ്രപ്പോസൽ വെച്ചത്. അണ്ണാമലയെ നമുക്ക് ഒത്തു കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അണ്ണാമല വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് അണ്ണാമലയെ മാറ്റി തരണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ മാറ്റിയത്. അപ്പൊ എന്താണ് ഇപ്പൊ തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്? ബി.ജെ.പിയുടെ അവിടെയുള്ള ആ ഒരു അണ്ണാമലയുടെ പ്രതിച്ഛായ, അണ്ണാമലയുടെ ഒരു പവറിലാണ് ബി.ജെ.പി അവിടെ വളർന്നുകൊണ്ടിരുന്നത്. ഇത്തവണ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി.ജെ.പി താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18% വോട്ട് NDA അവിടെ സമാഹരിച്ചിരുന്നു. അത് വലിയ ഒരു സംഖ്യയാണ്. അപ്പോ ബി.ജെ.പി ഇത്തവണ താഴേക്ക് പോകുമോ? എന്താ തോന്നുന്നു? അത് ധനുഷ, നമ്മള് ഉം, അണ്ണാമലയെ വിലയിരുത്തുന്ന സമയത്ത് നമ്മള് ഉം. എവിടെയായിരുന്നു തമിഴ്നാട്ടിലെ BJP നിന്നിരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പോയിന്റിൽ വേണം ആ വിലയിരുത്തൽ തുടങ്ങാൻ. അതില് അണ്ണാമലയുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം IPS കാരനായിരുന്നു. അതിന് IAS കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി IPS സെലക്ട് ചെയ്താണ്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച ആളാണ്. ഒരേ ദിവസം 2 എക്സാം എഴുതി ക്ലിയർ ചെയ്താണ്. ഈസ് ആൻ എക്സലന്റ് ബ്രെയിൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ IPS ജോലിയുടെ ഭാഗമായിട്ട് പോവുകയും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പുള്ളി ജോലി രാജിവെച്ചിട്ട് BJP ചേരുന്നത്. അങ്ങനെ ജോലി രാജിവെച്ചിട്ട് BJP ചേർന്ന ശേഷം പുള്ളിനെ അദ്ദേഹത്തെ തമിഴ്നാട്ടിലാണ് പാർട്ടി നിയമിക്കുന്നത്. ആ സമയത്ത് തമിഴ്നാട്ടിൽ ആകെ ഉണ്ടായിരുന്നത് 3% വോട്ടാണ്. അതായത് AIADMKയുടെ ആയിരുന്നെങ്കിൽ പോലും BJPക്ക് ഉണ്ടായിരുന്നത് 3% വോട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ടറൽ പൊളിറ്റിക്സിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുന്നണി കെട്ടിയാൽ പോലും ആ മുന്നണിയിലെ സീറ്റ് വീതം വെക്കുന്ന സമയത്ത് 3% വോട്ടുള്ള ആൾക്ക് 100 സീറ്റ് ഉണ്ടെങ്കിൽ മാക്സിമം ചോദിക്കാൻ പറ്റുന്ന 3 to 5 സീറ്റുകളാണ്. അതിൽ കൂടുതലൊന്നും ഒരു വലിയൊരു മുന്നണിയിൽ നമുക്ക് അത്ര ശക്തി ഇല്ലെങ്കിൽ തരില്ല. അപ്പോൾ ആ ഒരു നിലയിൽ നിന്ന് മാത്രമല്ല അവരുടെ അറിയാലോ, AIADMK ആണെങ്കിലും DMK ആണെങ്കിലും അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ബ്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് ഫ്രീ ആയിട്ട് പരമാവധി ഫ്രീ ബീസ് കൊടുത്ത് TV അങ്ങനെ എന്തും കൊടുത്തിട്ട് അവർ വോട്ട് നേടുന്ന ഒരു തരത്തിലോട്ടാണ് ജയലളിതയുടെ മരണശേഷമുള്ള AIADMKയുടെ ഒരു അലയൻസിലോട്ടാണ് അണ്ണാമലൈ എത്തിയിരുന്നത്. അപ്പം നമ്മുടെ AIADMKയിൽ തന്നെ ആ സമയത്ത് 3 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് OPS, അതായത് പളനിസ്വാമി, പനീർസെൽവം, പളനിസ്വാമി ഉണ്ട്, പിന്നെ OPS, പനീർസെൽവം ഉണ്ട്, EPS. EPS, OPS, പിന്നെ മന്നാർഗുഡി മാഫിയ എന്ന് പറയുന്ന നമ്മുടെ ശശികലയുടെ ടീമുണ്ട്. അപ്പൊ ഈ 3 ടീമുമാണ്. ഈ 3 ടീമിനോട് യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പാർട്ടിക്ക് മുമ്പിൽ വെച്ച ഒരു ആശയമാണ്, അതായത് ഒറ്റയ്ക്ക് മത്സരിക്കുക. അപ്പം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്തിനാണ്? തമിഴ്നാട്ടിൽ പാർട്ടിയുടെ കേഡർ സിസ്റ്റം വളർത്തിക്കൊണ്ട് വരിക, ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക, അതേപോലെ ആ പാർട്ടിയുടെ ഒരു സിസ്റ്റം രൂപീകരിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല ഇവരുടെ ഒരു എന്താ പറയാ, അഴിമതി നിറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു പുതിയ രാഷ്ട്രീയം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലോട്ട് വെക്കുക എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു അഴിമതി നിറഞ്ഞ ഒരു 2 കക്ഷികളുടെ ഇടയ്ക്ക് മൂന്നാമതൊരു കക്ഷി അതേപോലെ വരുന്ന സമയത്ത് ജനങ്ങളുടെ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ, എസ്പെഷ്യലി യൂത്തിൽ നിന്ന് അണ്ണാമലയ്ക്ക് കിട്ടിയ ഒരു പിന്തുണ വലുതായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് അഴിമതി ഇല്ല എന്നുള്ളതിന്റെ പേരിലോ അല്ലെങ്കിൽ ആ ഒരു രീതിക്കല്ല പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. അതൊരു എന്താ പറയാ, ഒരു മെട്രോസിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ. ഇപ്പോൾ നമ്മൾ കണ്ടു
ഡൽഹിയിൽ പ്രൊപ്പഗണ്ടയായിട്ട് വന്നിട്ട് അവർ അഴിമതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഡൽഹി പോലെ ഒരു മെട്രോ കൂടുതൽ വരുന്ന അല്ലെങ്കിൽ വലിയ നഗരങ്ങൾ വരുന്ന ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന പോലെ റൂറൽ ആയിട്ട് പോലെയുള്ള സംസ്ഥാനങ്ങളെ അതിന് നമുക്ക് ആ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റില്ല. അത് വ്യക്തിബന്ധങ്ങൾ, ഒരു ആവശ്യം വരുമ്പോൾ ആരൊക്കെ കൂടെ നിൽക്കുന്നു, അതേപോലെ തന്നെ പാർട്ടിയുടെ കേഡർ ആവശ്യങ്ങൾ, ഒരു ഗ്രാമത്തിലൊരു കാര്യത്തിന് അവർക്ക് സഹായം എത്തിക്കാൻ കെൽപ്പില്ലാത്ത ഏതൊരു പാർട്ടിയാണെങ്കിലും, അവർ അഴിമതി നടത്താത്ത പാർട്ടിയാണെങ്കിൽ പോലും, എത്ര നല്ല വ്യക്തിയാണെങ്കിൽ പോലും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റണമെന്നില്ല. എസ്പെഷ്യലി നമുക്ക് അതിൻ്റെയൊക്കെ പുറകിലാണ് ഈ ഫ്രീ ബീസ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം തമിഴ്നാട്ടിൽ വളർന്നു വന്നത്. ഇപ്പൊ കേരളത്തിലാണേലും നമ്മൾ കളിയാക്കി പറയുന്ന കിറ്റ് രാഷ്ട്രീയമൊക്കെ ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് എന്താ വേണ്ടേ? അവന് പഞ്ചായത്തിലോ അല്ലെ അവൻ റോഡിൽ ഇറങ്ങുന്ന സമയത്തോ അല്ലെ അവനൊരു ചെറിയൊരു പ്രശ്നം പാർട്ടി ആയിരിക്കണം ഇവന്റെ പാർട്ടി എന്ന് അവൻ ആഗ്രഹിക്കുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് എസ്പെഷ്യലി ഈ പൊളിറ്റിക്സ്, ആ ഒരു പൊളിറ്റിക്സിലോട്ട് അണ്ണാമല വന്നുകൊണ്ട് ഇവർക്ക് ഈ കേന്ദ്ര നേതൃത്വത്തിന് അറിയാം ഇതിങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലോട്ട്. പക്ഷെ അവരിതിൽ കണ്ട അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ധനുഷിനോട് പറഞ്ഞേ, ആ 3%-ൽ നിന്ന് എത്ര പെർസെൻറ്റേജ് പാർട്ടിക്ക് സ്വന്തമായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശക്തി അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ബോധ്യപ്പെടണം, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അല്ല മീൻസ് നമ്മുടെ എതിരാളികൾക്കും ബോധ്യപ്പെടണം. അപ്പം നമുക്ക് ഏത് തരത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അണ്ണാമലയെ അന്ന് ഫ്രീ ആയിട്ട് വിട്ടത്. അല്ലാതെ അണ്ണാമല പെട്ടെന്ന് പോയിട്ട് തമിഴ്നാട് പിടിക്കും, അടുത്ത ഇലക്ഷൻ തമിഴ്നാട് നമ്മുടെ ആകും എന്ന് ചിന്തിച്ച് അത്രമാത്രം മണ്ടന്മാരൊന്നും അല്ല BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, അണ്ണാമല ഗ്രാജുവലായിട്ട് വോട്ട് പെർസെൻറ്റേജ് ഉയർത്തിക്കൊണ്ട് വന്നു. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ BJPയുടെ മാത്രം വോട്ട് പെർസെൻറ്റേജ് 11 സംതിങ്, അതായത് 11.48. NDAയുടെ വോട്ട് പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് 18.27 ഓർ സംതിങ്. അപ്പം അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, DMKയുടെ വോട്ട് ഷെയർ ഓൾമോസ്റ്റ് 46%, AIADMKയുടെ വോട്ട് ഷെയർ. അപ്പം ഈ AIADMKക്കാർക്ക് 22.84 മീൻസ് 22+ലും ഒരു NDAയുടെ ഒരു 18+ലും ആണ് നമ്മൾ ഇപ്പൊ പുതിയൊരു അലയൻസിലോട്ട് പോകുന്നത്. അതായത് AIADMK ആയിട്ട് വീണ്ടും ഒരു അലയൻസിലോട്ട് തമിഴ്നാട്ടിൽ പോകുന്നത് ഈ 18+ NDA വോട്ട് ഇൻ തമിഴ്നാടു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണ്ടേ, 22-23% വോട്ടുള്ള നമ്മുടെ അലൈ ആയിട്ടുള്ള AIADMKയോട് NDA അലൈസ് 18.5% ഒരു അലൈ വന്നിട്ട് ഇവർ തമ്മിൽ മെർജ് ചെയ്യോ അല്ലെങ്കിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ ഒരു ഇലക്ഷൻ നേരിടാൻ പോകുമ്പോൾ നമ്മുടെ ബാർഗൈനിങ് പവർ എത്ര കൂടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് സീറ്റുകളുടെ കാര്യത്തിലും അലയൻസിൽ ഉണ്ടാകുന്ന ഹോൾഡിന്റെ കാര്യത്തിലും എത്ര ശതമാനം, അതായത് 22% അതേപോലെ തന്നെ 18% തമ്മിലുള്ള ഒരു മെർജിങ് ആണ് അടുത്ത തവണ നടക്കാൻ പോകുന്നത്. അപ്പം ആ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മൾ NDA മുന്നണി ആയിട്ട് AIADMKയുടെ ഒരുമിച്ച് പഴയ പോലെ നേരിടാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലസ് അവിടെയാണ്. അതായത് നമുക്ക് സീറ്റിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്കൊരു അഡ്വാൻറ്റേജ്, നമുക്ക് നെഗോഷിയേറ്റിംഗ് പവർ കൂടുതൽ കിട്ടും. പിന്നെ ഈ തമിഴ്നാട്ടിലെ സംബന്ധിച്ച് 46% വോട്ട് മീൻസ് DMKക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, തമിഴ്നാട്ടിൽ എന്തിനാണ് DMK എപ്പോഴും ഈ ഭാഷാവാദം, കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്നത്, അതേപോലെ ഇപ്പം വഖഫ് ബില്ലിനെതിരെ സുപ്രീം കോടതി പോയത്. അതായത് ആരൊക്കെയാണ് ഈ DMKയുടെ വോട്ട് ബാങ്ക്? DMKയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ DMKയുടെ പരമ്പരാഗത ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അത് പ്ലസ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ശക്തമായിട്ട് വരുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ശക്തമായിട്ട് തന്നെയുള്ള ഒരു ഇവാഞ്ചലിക്കൽ ലോബി, അതേപോലെ പിന്നെ ഈ സീമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LTTയുടെ ഏകദേശം ഒരു ആശയമൊക്കെ വെച്ച് അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനായിരുന്നു, അദ്ദേഹത്തിന് ഏകദേശം ഒരു 8% വോട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ്, ഇവരൊക്കെയാണ് ഇവരുടെ ഒരു അലൈസ് ആയിട്ട് DMKയുടെ മുന്നണിയിൽ ഈ അടുത്ത ഇലക്ഷൻ ആണെങ്കിലും വരാൻ പോകുന്നത്. അപ്പം ഈ ഇത്ര ആൾക്കാർ ഇപ്പം നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു 2024 ലോക്സഭ കണക്കെടുത്താൽ തന്നെ ഏകദേശം 40% വോട്ട് DMKക്കും DMKക്കല്ല AIADMKയും NDAക്കും കൂടെ ആയിട്ടുണ്ട്. അപ്പം ഇപ്പൊ പിന്നെ ഉള്ള പെർസെൻറ്റേജിൽ വ്യത്യാസം ഒരു 11% വ്യത്യാസം. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഒരു ബോധ്യം വരും, ഏകദേശം 40-42% വോട്ടുള്ള ഒരു കക്ഷി, രണ്ട് മുന്നണികൾ തമ്മിലാണ്, ഒന്നിന് 50-നോളവും ഒന്ന് 40-നോളം ആകുമ്പോൾ
സാധാരണയായിട്ട് നമ്മൾ ജയിക്കാത്ത ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്നതിനേക്കാളും പോലെ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന അടുത്ത നിയമസഭാ ഇലക്ഷനിലോട്ട് പോകുന്ന സമയത്ത് തമിഴ്നാട്ടിലെ NDAക്ക്, അതായത് ADMK ഉൾപ്പെട്ട NDAക്ക് അല്ല, ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ വോട്ട് ഷെയറുകളുടെ മെർജിനാണ്, കോൺഫിഡൻസ് ഉണ്ട്, അപ്പോൾ പറ്റിയ സാഹചര്യമാണ്. പക്ഷെ എന്തിനാണ് അണ്ണാമലൈ മാറ്റുന്നത്? അതാണ് ചോദ്യം. അതെ, ആ ചോദ്യത്തിലോട്ട് വരുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത ഒരു ഇലക്ഷൻ വന്നു, സ്വാഭാവികമായിട്ട് ADMK എന്നായിരിക്കും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഏകദേശം നമ്മൾ ഊഹിക്കണം. അതായത് നമുക്ക് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരിക്കില്ല തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്, NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരിക്കും. ഉറപ്പായിട്ടും അത് മിക്കവാറും പളനിസ്വാമിയാണ് നിലവിലെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വരും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരെല്ലാം ഈ കൗണ്ടർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഈ അണ്ണാമലൈ ആണേലും അതെ, പളനിസ്വാമി ആണേലും അതെ. അപ്പം തമിഴ്നാട്ടിൽ അവിടുത്തെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നമ്മൾ തമിഴ്നാട്ടിൽ അവര് ദ്രാവിഡ രാഷ്ട്രീയം പറയുമ്പോൾ പോലും ജാതി രാഷ്ട്രീയത്തിന്റെ ഒരു വലിയൊരു കൗണ്ടർ കാസ്റ്റ് ഉണ്ട്. തമിഴ്നാട്ടിലും കർണാടകത്തിലും എന്തിന് കേരളത്തിൽ വരെയും ജാതി രാഷ്ട്രീയമാണ്. അപ്പം ഇതിൽ അപ്പം ഈ പറയുന്ന കൗണ്ടർ കമ്മ്യൂണിറ്റിന്ന് അണ്ണാമലയും കൗണ്ടറാണ്, അതേപോലെ തന്നെ ഇദ്ദേഹവും മറ്റേ പളനിസ്വാമി ആണെങ്കിലും കൗണ്ടറാണ്. പിന്നെ ഉള്ളത് നമുക്ക് രണ്ട് കമ്മ്യൂണിറ്റി ഉള്ളത് തേവർ കമ്മ്യൂണിറ്റി എന്നാണ് വേണ്ടത്. അതായത് ഈ തേവർ കമ്മ്യൂണിറ്റി അതേപോലെ OBC ആണ്, പക്ഷേ തേവർ കമ്മ്യൂണിറ്റി ഒരു വലിയൊരു ഹ്യൂജ് മാർജിനിൽ തമിഴ്നാട്ടിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കൗണ്ടർ കമ്മ്യൂണിറ്റിയുടെയും തേവർ കമ്മ്യൂണിറ്റിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവാഞ്ചലൈസേഷനെ ഏറ്റവും നന്നായി തടഞ്ഞു നിർത്തുന്ന, അതായത് ആ കമ്മ്യൂണിറ്റിയിലോട്ട് കുറവാണ്. അതായത് ഈ മതം മാറ്റുന്ന തട്ടിപ്പ് പരിപാടിയിൽ വീണു പോകുന്നവർ എന്താണ് ഈ കൗണ്ടർ കമ്മ്യൂണിറ്റിയിലും തേവർ കമ്മ്യൂണിറ്റിയിലും ഒരു പരിധി വരെയും കുറവാണ്. അപ്പോൾ അത് ഒരു BJPയുടെ ഒരു പരമ്പരാഗത വോട്ട് ബാങ്കിനോട് ഏകദേശം സിമിലർ സ്വഭാവമുള്ള ഒരു രണ്ട് കമ്മ്യൂണിറ്റികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ണാമലയെ മാറ്റിയിട്ട്, അണ്ണാമലയുടെ ടൈം കഴിഞ്ഞു, അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇനി അവിടെ വരാൻ പോകുന്നത് ഈ തേവർ കമ്മ്യൂണിറ്റിപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നിലവിലെ വാർത്തകൾ പുറത്തു വരുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഈ അണ്ണാമലയെ മാറ്റുന്നതിന് നമ്മൾ അണ്ണാമലയെ മാറ്റണം എന്ന് പറഞ്ഞാൽ ADMK-കാരും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വേറെ അലൈസ് കുറെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയാ, ഈ ഫ്രീ ബീസ് കൊടുക്കുകയും അത്യാവശ്യം അഴിമതിയൊക്കെ കാണിക്കുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അണ്ണാമലൈ എപ്പോഴും ഒരു തടസ്സമാണ് അവരുടെ മുമ്പിൽ. മാത്രമല്ല അവിടുത്തെ ഈ ജാതി സമവാക്യമായിട്ട് ബന്ധപ്പെട്ട് അണ്ണാമലൈ ഇപ്പൊ MLA ആയിട്ട് നിന്ന് ജയിച്ചാലും അവർക്ക് നാളെ അവിടെ ഒരു തലവേദനയായിരിക്കും എന്ന് സ്വാഭാവികമായിട്ടും BJPയുടെ സഖ്യകക്ഷിയായിട്ട് ADMK-ക്കോ അല്ല NDAയിൽ കൂടെ നിൽക്കുന്ന ഈ കക്ഷികൾക്കോ അറിയാം. അപ്പൊ അവരുടെ പ്രൈമറി ആയിട്ടുള്ള ആവശ്യം എന്താണെന്ന് വെച്ചാൽ അണ്ണാമലയെ BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ആയിട്ടുള്ള ആവശ്യം. BJPയുടെ മോട്ടീവ് എന്തായിരുന്നു? BJPയുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അണ്ണാമലൈ നേരിട്ട് വന്നിട്ട് ഭരണം പിടിച്ചു തരും എന്നുള്ളത് ആയിരുന്നില്ല. അതായത് നമ്മുടെ വോട്ട് ബാങ്ക് എത്രമാത്രം അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് വെച്ച് എത്രമാത്രം നമുക്ക് അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റിലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അണ്ണാമലയെ മാറ്റിയിട്ട് ഇപ്പൊ ഈ കൗണ്ടർ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ വരും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും ആണ് നമ്മൾ ഇലക്ഷനിലോട്ട് പോകാൻ പോകുന്നത്. അപ്പം ഈ അതിനോടൊപ്പം വായിക്കേണ്ട ഈ വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് ഇലക്ഷനിലോട്ട് പോവാന്നാണ് പറയുന്നത്. DMK വിജയമായിട്ട് ഒരു അലയൻസിലോട്ട് എത്തുന്നൊന്നും നിലവിൽ സമ്മതിച്ചിട്ടില്ല. വിജയ് നമ്മളോടൊപ്പം നിൽക്കാനുള്ള സാധ്യത, മീൻസ് NDAക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയും കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും DMK-യുടെ ഒരു വോട്ട് ബാങ്ക് ആണ് വിജയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു കുറച്ച് വിജയ് ആരാധകരും പിന്നെ ഈ ഇവാഞ്ചലിക്കൽ ആയിട്ടുള്ള ആൾക്കാരുമാണ് വിജയുടെ വോട്ട് ബാങ്ക് ആകാൻ പോകുന്നത് തമിഴ്നാട്ടിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും DMK-യുടെ വോട്ട് ബാങ്കിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതായത് DMK-ക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്കിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ആ നിലവിൽ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റ് 45-46% നമുക്ക് വോട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടുത്ത തവണ തമിഴ്നാട്ടിൽ ഒരു NDA സർക്കാർ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ എന്നാ പറയാ, ഒരു കാൽപ്പനികതകൾക്കൊന്നും കാര്യമില്ല. ഇന്ന് അധികാരം നമ്മുടെ കയ്യിലുണ്ടോ, നമുക്ക് ഇമ്മീഡിയറ്റ്ലി അധികാരം പിടിക്കാൻ പറ്റുമോ? അല്ലാതെ ഇപ്പൊ അണ്ണാമലൈ ഇപ്പൊ അവിടെ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് BJP അവിടെ, അല്ലെ 10 വർഷം കഴിഞ്ഞ് BJP അധികാരത്തിൽ വരുന്ന ആ ഒരു സാഹചര്യം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് വെറുതെ പറയാന്ന് മാത്രമേ ഉള്ളൂ. അണ്ണാമലയ്ക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം കേന്ദ്രം കൊടുക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പോ ഇൻ കേസ് കേന്ദ്രത്തിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ വെച്ച് നോക്കുവാണെങ്കിൽ പാർട്ടിയിലെ ഒരു സ്ഥാനത്തിനപ്പുറം പുള്ളിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത കാണുന്നത്.
അതും ഉം. അമിത്ഷായുടെ വകുപ്പിൽ. അതിൽ അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ സഹമന്ത്രി ആവാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അദ്ദേഹത്തിന്റെ IPS ബാക്ക്ഗ്രൗണ്ട് ഒന്ന്, മാത്രമല്ല അമിത്ഷായ്ക്ക് രോഗങ്ങളുണ്ട്, പ്രായം കൂടി വരുന്നുണ്ട്. മാത്രമല്ല ഓക്കെ. അതിനേക്കാളും അപ്പുറത്ത് അജിത് ഡോവലിന് പ്രായം കൂടി വരുന്നുണ്ട്. നമ്മൾ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇതിൽ. അതെന്താന്ന് വെച്ച് ഉം. കഴിഞ്ഞാൽ അണ്ണാമലൈനെ ഇംഗ്ലണ്ടിൽ ഒരു 3 മാസത്തെ താൽക്കാലികമായ ഒരു കോഴ്സിന് വിട്ടതായിട്ട് അതെ അതെ താങ്കൾ അതെ അതെ. അറിഞ്ഞിട്ടുണ്ടല്ലോ. അത് അറിഞ്ഞിട്ടുണ്ട് പിന്നെ. പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് അതെ ഒരു അതെ, 5-6 പൊളിറ്റിക്കൽ മാസം സയൻസ് പഠിക്കാൻ അദ്ദേഹം പോയതാണ് എന്നാണ് പറയുന്നത്. അതെ അതെ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ പോയതാണ്. ആ പോക്ക് നമ്മൾ വിചാരിക്കും പുറമേ കാണുന്ന പോലെ ഒരു പോക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഉം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ അരേനയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ ധാരണ പുള്ളിക്ക് കൊടുത്ത ശേഷം പുള്ളിനെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിലോട്ട് ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഉം. തീരുമാനം നേരത്തെ ഉണ്ട്. അത് ഉം. മാത്രമല്ല ഉം. അജിത് ഡോവലൊക്കെ പോകുന്ന സമയത്ത് മാത്രം ഇദ്ദേഹത്തെ ആ വകുപ്പുകളിലും ആ കാര്യങ്ങളിലും ഒക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ BJP, അദ്ദേഹം കോർ നാഷണലിസ്റ്റാണ്. അപ്പോൾ ആ ഉപയോഗപ്പെടുത്താൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. സെൻട്രലിൽ ഇരിക്കുന്ന അണ്ണാമലൈനെ സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ ഇപ്പൊ DMK ഭരിച്ചാലും തമിഴ്നാട് മുഖ്യന്മാർക്കും അവിടുത്തെ ആൾക്കാർക്കും വരും. ആ രീതിയിലോട്ടാണ് ഓക്കെ. കാര്യങ്ങൾ പോക്ക്. അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതുമായിട്ട്. താങ്ക് യു സിജോ സാർ.